ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് നടക്കാൻ ഇറങ്ങിയതാണ്. അതിനിടെ ഒന്ന് മാളിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനിടയിൽ കണ്ടതാണ് ഇവിടെ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നടക്കാനുള്ള ഒരു സ്ഥലം. കല്ലൊക്കെ ഇങ്ങനെ ഇട്ട് കാലിന് നല്ലൊരു മസാജിങ് പോലെ നല്ലൊരു എഫക്റ്റാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് കുറേ ആയി ഇത് കാണുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് ആരുമില്ല, അപ്പം അതിനിടയ്ക്കൊന്ന് കയറിയതാണ്. കാല് നല്ല വേദനയാണ് കേട്ടോ ഇത് നടക്കുമ്പം, പക്ഷെ നല്ലൊരു സുഖമുണ്ട് നടക്കാൻ. കുറേ തരത്തിൽ കല്ലുകൾ പാവിയിട്ടിട്ട് ഈ വലിയ ഉരുളൻകല്ലുകളിൽ നടക്കുമ്പോൾ നമുക്ക് അത്ര കാലിന് സ്ട്രെയിൻ അറിയുന്നില്ല. പക്ഷേ ഈ ചെറിയ കല്ലുകളിൽ നടക്കുമ്പം കാലിന് നല്ല വേദനയാണ്, പക്ഷെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ അതിൽ നടക്കുമ്പം. ഇതിലെ എപ്പോഴും ആൾക്കാർ ഇത് ഫ്രീ ഉണ്ടാവില്ല. ഇന്ന് കുറച്ച് മഴ മൂടം കെട്ടിയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഫ്രീ ആയിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിലേ നടക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. നല്ല രക്തോട്ടത്തിനൊക്കെ നല്ലൊരു മസാജാണിത്. രണ്ട് തരത്തിലുള്ള കല്ലുകൾ ഇങ്ങനെ പകുതി പകുതിയായി പാവിയിട്ട് വെച്ചിട്ടാണുള്ളത്. കുറച്ച് സമയം മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ, പക്ഷെ നല്ല വേദന വരുന്നുണ്ട് കാലിന്. ഡെയിലി ഇത് ചെയ്യുമ്പോൾ നല്ല പ്രാക്ടീസ് ആവുമായിരിക്കും. എന്നാലും അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന ശേഷം AO മാളിലേക്ക് പോയി. അപ്പോൾ അവിടെ തന്നെ ആദ്യം കണ്ടത് കുറേ കുട്ടികൾ കളിക്കുന്നതെന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ കുറേ പന്നിക്കുട്ടികൾ, പക്ഷിക്കുട്ടികൾ, അതേപോലെ ആടുകൾ, അങ്ങനെ കുറേ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങൾക്കെല്ലാം ഫുഡ് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാളിൽ നടന്നു. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം അതിൽ നടന്ന് ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി. ഇത് AO മാളിൻ്റെ മുകളിലത്തെ നിലയിൽ ഫുഡ് കോർട്ടാണ്. എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഫുഡിൻ്റെ. അങ്ങനെ AO മാളിൽ കുറച്ച് സമയം ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് ബഗ്ഗിയിൽ പോവുകയാണ്. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്, ഡയമണ്ട് അൽനാദ. ഈ ബഗ്ഗിയിൽ എല്ലാ അപ്പാർട്ട്മെൻറ്റിലുള്ളവരും കയറും. ഓരോ അപ്പാർട്ട്മെൻറ്റിലും വണ്ടി നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് ഓരോരോ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നീട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഫുള്ള് റോഡിലെല്ലാം വെള്ളമായിട്ടുണ്ട്. മഴയായതുകൊണ്ട് കുറേ നേരമൊന്നും മാളിൽ ചിലവഴിച്ചില്ല. വണ്ടി കിട്ടിയ ഉടനെ വേഗം ബഗ്ഗിയിൽ കയറി ഞങ്ങൾ മടങ്ങിയാണ് ചെയ്തത്. ഞങ്ങൾ ഫ്രിഡ്ജ് കേടായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ 4 പ്രാവശ്യം ടെക്നീഷ്യൻ വന്നു, എന്നിട്ട് ശരിയായിട്ടില്ല. അവസാനം പറഞ്ഞത് ബോർഡ് കംപ്ലൈൻറ്റ് എന്നാണ്. അപ്പം ഇന്ന് പുതിയ ബോർഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ AO മാളിൽ നിന്ന് വേഗം ഇറങ്ങി. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്താനായി. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ വണ്ടി ഇറങ്ങി പിന്നെ നടന്നു. ഇവിടെ കാണുന്നത് കുട്ടികളെല്ലാം കളിക്കുന്ന ഏരിയ ആണ്. കുറേ കുട്ടികൾ സൈക്കിൾ ഓട്ടുകയും ഇവിടെയുള്ള കളി ഉപകരണങ്ങളിൽ കയറി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ സൈഡിലുള്ള ഊഞ്ഞാലുകളിൽ ഇരുന്ന് അവരെ നോക്കുന്നുണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് കുറച്ച് കുട്ടികൾ കളിക്കാനുണ്ട്. കുട്ടികൾക്കെല്ലാം നല്ല ആവേശമാണ് കളിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത്. അങ്ങനെ
അങ്ങനെ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് പരിപാടി. ഇന്ന് ഉച്ചക്ക് ചോറുണ്ടാക്കിയത് സാമ്പാറും ക്യാബേജ് വറവുമാണ്. പിന്നെ അതിനിടയിൽ ഒരു ചെറിയൊരു സേമിക പായസം കൂടി വെച്ചു. ഇവിടെ ഇന്ത്യൻ ഗ്രോസറിയിൽ സേമിക മാത്രമേ കിട്ടുന്നുള്ളൂ, നമ്മുടെ സാമനരിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പായസം കൂടി ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ടെക്നീഷ്യൻ വന്നു. അവർ പുതിയ ബോർഡൊക്കെ ഫിറ്റാക്കി. ഫ്രിഡ്ജ് ശരിയായി. കുറച്ച് സമയം എടുത്തെങ്കിലും ഫ്രിഡ്ജ് ശരിയായി. ഇവിടെ ടെക്നീഷ്യന്മാർ വരുമ്പോൾ അവരുടെ കൂടെ ഒരു വലിയ ബാഗ് ഉണ്ടാവും. ആ ബാഗിൽ തന്നെ റിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് പണി എളുപ്പമാവും. വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗൺസ് മാർക്കറ്റിലേക്ക് പോയി. വഴിയിൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ കുറച്ച് സമയം എടുത്തു നമ്മൾ ടൗൺസ് മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ടൗൺസ് മാർക്കറ്റിലെത്തി ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ വാങ്ങിയത് കുറച്ച് ഫ്രൂട്ട്സുകളാണ്. മാംഗോസ്റ്റി, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ കുറച്ച് മാങ്ങയും. മാങ്ങ തന്നെ ഇവിടെ കുറേ തരത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ വെള്ളരി മാങ്ങ പോലെയുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തത്. പിന്നെ കുറച്ച് പച്ചക്കറികൾ, തക്കാളി, ഉള്ളി, ക്യാരറ്റ് എന്നിവയൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയത്. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.